ഡ്രാമ സ്പേസിലൂടെ ഇന്ന് നമ്മൾ കാണാൻ പോകുന്നത് ദ നൈറ്റ് ഓഫ് ദ കോമറ്റ് എന്ന ചൈനീസ് ഡ്രാമയുടെ 6ാമത്തെ എപ്പിസോഡാണ്. എപ്പിസോഡിൻ്റെ തുടക്കത്തിൽ നമ്മൾ കാണുന്നത് തൻ്റെ ഫോണിൽ ഒരു അൺനോൺ നമ്പറിൽ നിന്ന് വന്ന മെസ്സേജ് കണ്ട് ഞെട്ടി നിൽക്കുന്ന ചെങ്ങനെയാണ്. എപ്പോഴും വരാറുള്ള അതേ നമ്പറിൽ നിന്ന് തന്നെയായിരുന്നു ആ മെസ്സേജ്. നീ ഈ ലോകത്ത് പെടുന്നയാളല്ല, നീ എത്രയും പെട്ടെന്ന് നിൻ്റെ ലോകത്തേക്ക് മടങ്ങി പോകുന്നതാണ് നല്ലത് എന്നായിരുന്നു ആ മെസ്സേജ്. അവൻ വേഗം തന്നെ ഇങ്ങനെ സ്ട്രേഞ്ച് ആയിട്ട് നടക്കുന്ന കാര്യങ്ങളൊക്കെ അവൻ്റെ മൊബൈലിൽ നോട്ട് ചെയ്തിടുകയാണ്. ഇനി ഈ മെസ്സേജ് അയക്കുന്ന ആളായിരിക്കുമോ തനിക്ക് തിരിച്ചു പോകാനുള്ള മാർഗം എന്നവൻ ആലോചിക്കുകയാണ്. അതേസമയം അന്ന് നടന്ന സ്ട്രേഞ്ച് ആയ കാര്യങ്ങളൊക്കെ ഓർത്തിട്ട് ലിന്നിന് ഉറക്കേ വരുന്നുണ്ടായിരുന്നില്ല. അടുത്ത സീനിൽ ഓഫീസിലിരിക്കുന്ന ലിന്ന് എന്നാലും എന്തിനായിരിക്കും ചെങ്ങനോട് അവനെ തന്നെ വണ്ടി ഇടിപ്പിക്കാൻ പറഞ്ഞത്? ഇനി വല്ല ഡിപ്രഷനോ ആയിരിക്കുമോ? അവന് ഞാൻ എങ്ങനെ അതിൽ നിന്നൊക്കെ രക്ഷിക്കും എന്നൊക്കെ ആലോചിച്ചിരിക്കുന്ന ലിന്നിനെയാണ്. പെട്ടെന്ന് അവിടേക്ക് ആ സീനിയർ കൊളീഗ് വന്നിട്ട് അവളെ മീറ്റിംഗ് നടക്കുന്ന കോൺഫറൻസ് റൂമിൻ്റെ അവിടെ കൊണ്ട് നിർത്തുകയാണ്. അവിടെ അവരുടെ ഓഫീസ് സ്റ്റാഫുകളുടെ കൂടെ മിയയും ചെങ്ങായി അഭിനയിക്കുന്ന ഹോങ്ങും ഉണ്ടായിരുന്നു. നീ അത് കണ്ടോ? ചെങ്ങ ആ ആക്ട്രസിനോട് ചിരിച്ച് കളിച്ച് വലിയ സന്തോഷത്തോടെയൊക്കെ സംസാരിക്കുന്നത് കണ്ടോ? ഇത് കുറേ നേരമായി തുടങ്ങിയിട്ട്. അവരുടെ പേരിൽ ഇറങ്ങുന്ന ഗോസിപ്സൊക്കെ സത്യമാണെന്ന് തന്നെയാണ് എനിക്കിപ്പോൾ തോന്നുന്നത്. അതുകൊണ്ട് അങ്ങനെ ന്യൂസ് ഇറങ്ങിയാലും പ്രത്യേകിച്ച് കുഴപ്പമൊന്നും ഉണ്ടാവില്ല എന്നൊക്കെ സീനിയർ കൊളീഗ് പറയുമ്പോഴും ഇത് ചെങ്ങ തന്നെയാണോ? അവനിങ്ങനെയൊന്നും അല്ലായിരുന്നല്ലോ. എൻ്റെ വീട്ടിലുള്ള ചെങ്ങ എങ്ങനെ ഇത്ര പെട്ടെന്ന് ഇവിടേക്ക് വന്നത് എന്നൊക്കെ ആലോചിക്കുമായിരുന്നു ലിന്ന. ചെങ്ങിൻ്റെ ആൾമാറാട്ടത്തെ പറ്റി ലിന്നിന് അറിയില്ലല്ലോ. അങ്ങനെ മീറ്റിങ്ങിന് ശേഷം പോകാനായിട്ട് കാറിൽ കയറുന്ന ഹോങ് കാണുന്നത് ഇടയ്ക്കൊരു ബിസിനസ് ട്രിപ്പിനായിട്ട് അവിടുന്ന് മാറി നിന്നിരുന്ന ഏജൻറ്റ് ലിങ്ങിനെയാണ്. പെട്ടെന്ന് അവരെ കാണുന്ന ഹോങ്ങിനൊന്നും പേടിയാവുന്നുണ്ട്. കാരണം അവനറിയില്ലല്ലോ ഇതാരെന്നൊക്കെ. പക്ഷേ അത് ചെങ്ങിൻ്റെ ഏജൻസിയിലെ ഏജൻ്റാണെന്ന് അവന് പെട്ടെന്ന് തന്നെ മനസ്സിലാവുകയാണ്. കുറച്ച് ദിവസം മാറി നിന്നിട്ട് വന്നതുകൊണ്ട് തന്നെ അവരുടെ പല സ്കെഡ്യൂൾസിൻ്റെയും പ്രോഗ്രാംസിൻ്റെയും ഒക്കെ കാര്യങ്ങൾ ലിങ് പറയുന്നുണ്ടെങ്കിലും വളരെ സീരിയസ്നെസ് ഇല്ലാതെ സില്ലി ആയിട്ട് അതിനൊക്കെ റെസ്പോണ്ട് ചെയ്യുന്ന ഹോങ്ങിൻ്റെ പെരുമാറ്റത്തിൽ ലിങ്ങിന് ചെറിയൊരു സംശയം പ്രകടിപ്പിക്കുന്നുണ്ട്. ചെങ്ങ വല്ലാണ്ട് മാറിപ്പോയല്ലോ എന്ന് അടുത്ത് നിന്ന ഫീമെയിൽ അസിസ്റ്റൻറ്റിനോട് തിരക്കുമ്പോൾ അവർ പറയുന്നത് ശരിയാണ്, ഈയിടെ നടന്ന ആ ഷൂട്ടിന് ശേഷം തിരികെ വന്ന ചെങ്ങയുടെ സ്വഭാവത്തിൽ ചെറിയ വ്യത്യാസമൊക്കെ കാണാറുണ്ട് എന്നാണ് ആ ഫീമെയിൽ അസിസ്റ്റൻറ്റ് പറയുന്നത്. അടുത്ത ദിവസം തന്നെ ചെങ്ങിനെയും മിയയും ചേർത്ത് കുറേ റൂമേഴ്സ് ന്യൂസായിട്ട് വരികയാണ്. ഇത് കാണുന്ന ചെങ്ങിൻ്റെ വളരെ വലിയ ഫാനായ ചൂന് ഇത് സഹിക്കുന്നേയില്ല. കൂടാതെ ന്യൂസ് വന്നത് ലിങ്ങിൻ്റെ പേരിലാണ്. അങ്ങനെ ചൂ ലിന്നിനെ വിളിച്ചിട്ട് നമുക്ക് രാത്രിയിലൊന്ന് കൂടണം എന്ന് പറയുകയാണ്. അങ്ങനെ അവർ രാത്രി ഡ്രിങ്ക്സ് അടിച്ച് ഫിറ്റാകാണ്. കൂടാതെ മിയെക്കുറിച്ച് കുറേ കുറ്റങ്ങളൊക്കെ പറയുന്നുണ്ട്. തിരിച്ചു വന്ന ലിന്നിനെയും കാത്ത് പുറത്ത് ചെങ്ങ് നിൽപ്പുണ്ടായിരുന്നു. അവൾ വന്നപ്പോൾ നല്ല ലേറ്റ് ആയിട്ടുണ്ടായിരുന്നു. കൂടാതെ ഡ്രിങ്ക്സ് അടിച്ച് ഫിറ്റാണെന്ന് അവന് പെട്ടെന്ന് തന്നെ മനസ്സിലാവുകയാണ്. പെട്ടെന്ന് തന്നെ അവിടേക്ക് ചെങ്ങിൻ്റെ കുറേ ഫാൻസ് അന്ന് റിലീസായ ന്യൂസ് ലിന്നിൻ്റെ പേരിലായതുകൊണ്ട് തന്നെ അവളെ ഓരോന്നും പറഞ്ഞ് കുറ്റപ്പെടുത്തുകയും സ്പ്രേ ചെയ്യുകയൊക്കെ ചെയ്യുകയാണ്. അത് കാണുന്ന ചെങ്ങ് ഓടി വന്ന് അവളെ രക്ഷിക്കുകയാണ്. കൂടാതെ തൻ്റെ ഫാൻസ് ചെയ്ത തെറ്റ് അവരെ മനസ്സിലാക്കുകയും ചെയ്യുകയാണ്. തൻ്റെ ഐഡൽ ഇങ്ങനെ മുന്നിൽ വന്ന് അവളോട് ക്ഷമിക്കണം എന്നൊക്കെ പറയുന്നുണ്ടെങ്കിൽ അതിലെന്തെങ്കിലും കാര്യം കാണും എന്ന് മനസ്സിലാക്കി അവരവിടുന്ന് പോവാണ്. അങ്ങനെ തല കഴുകി വൃത്തിയാക്കി വരുന്ന ലിന്നിൻ്റെ മുടിയൊക്കെ ഉണക്കി കൊടുക്കുന്ന ചെങ്ങാണ്. അതേസമയം അന്ന് തൻ്റെ ഓഫീസിൽ നടന്ന മീറ്റിങ്ങിനെ പറ്റിയും ചെങ്ങിന് ശരിക്കും ആ മിയെ ഇഷ്ടമാണോ എന്നൊക്കെ ചോദിക്കുകയാണ് ലിന്ന. എനിക്കങ്ങനെ റിലേഷൻഷിപ്പൊന്നും ഇതുവരെ ഉണ്ടായിട്ടില്ല. ഇനി അഥവാ അങ്ങനെ ആരോടെങ്കിലും ഇഷ്ടം തോന്നിയാൽ എന്താ ഞാൻ ചെയ്യേണ്ടത് എന്ന് ലിന്നിനോട് ചെങ്ങ ചോദിക്കുകയാണ്. ലിന്ന നേരം അതിനുവേണ്ടി കുറച്ച് ടിപ്സൊക്കെ ചെങ്ങനെ പറഞ്ഞു കൊടുക്കുകയാണ്. പെട്ടെന്ന് അവൾ മതി ബാക്കി ഞാൻ ചെയ്തോളാം എന്ന് പറഞ്ഞ് എണീക്കാൻ തുടങ്ങുമ്പോൾ അവിടെ ഉണ്ടായിരുന്ന വയറിൽ തട്ടി വീഴാൻ പോവാണ്. നേരെ വീഴുന്നതോ അവൻ്റെ കയ്യിലേക്കും. ഇതിപ്പോൾ ഈ സെയിം പോസ് തന്നെ കുറേ ആയല്ലോ. അങ്ങനെ അവിടെ നിന്ന് എണീറ്റ് ഗുഡ് നൈറ്റൊക്കെ പറഞ്ഞ് പോകാൻ ഒരുങ്ങുമ്പോഴാണ് അവളിപ്പോൾ സോഫയിലാണല്ലോ കിടക്കാറ് എന്നോർത്തത്. ചെങ്ങാണല്ലോ മുറി കിടക്കുന്നത്. അതുകൊണ്ട് തന്നെ അവൻ അവിടെ നിന്ന് എണീറ്റ് പോവാണ് ഗുഡ് നൈറ്റൊക്കെ പറഞ്ഞിട്ട്. ഗുഡ് നൈറ്റൊക്കെ പറഞ്ഞെങ്കിലും ഓഫീസിലെ മറ്റ് ജോലികളും പിന്നെ ചെങ്ങിനെതിരെ വന്ന ന്യൂസ് എങ്ങനെയെങ്കിലും നിർത്താനായിട്ടുള്ള കുറേ പരിപാടികളൊക്കെ ചെയ്യാണ് ലിന്ന. അത് ചെങ്ങ് അവിടെ നിന്ന് കാണുന്നുണ്ട്. അടുത്ത സീനിൽ പ്ലാൻ ചെയ്തിരുന്ന ലൈവ് ഷോയിൽ ചെങ്ങിൻ്റെ പാട്ട് ഉൾപ്പെടുത്തണം എന്ന അസിസ്റ്റൻറ്റിനോട് പറയുന്ന ഏജൻറ്റ് ലിങ്ങിനെയാണ് കാണിക്കുന്നത്. ശരിക്കും പറഞ്ഞാൽ ആ ഷോയിൽ ചെങ്ങിൻ്റെ പാട്ട് ഒന്നും ഉൾപ്പെടുത്തിയിട്ടില്ലായിരുന്നു. അസിസ്റ്റൻ്റ് അന്നേരം അത് വേണോ, ഈ അവസാന നിമിഷം അത് ആഡാക്കിയാൽ നമുക്കെല്ലാവർക്കും ബുദ്ധിമുട്ടാവില്ലേ എന്നൊക്കെ പറഞ്ഞ് അത് ഒഴിവാക്കാൻ നോക്കുന്നുണ്ടെങ്കിലും ഏജൻറ്റ് ലിങ് അത് സമ്മതിക്കുന്നില്ല. അവനറിയാമല്ലോ ചെങ്ങിൻ്റെ ആൾമാറാട്ടത്തെപ്പറ്റി. ഹോങ്ങിനെ കൊണ്ട് ഇതൊക്കെ സാധിക്കുമോ എന്നവൻ മനസ്സിലാലോചിക്കുകയാണ്. അതുകൊണ്ട് തന്നെ അവിടെ പാടാനുള്ള പാട്ടും അതിൻ്റെ ഡാൻസിൻ്റെ സ്റ്റെപ്സും ഒക്കെ ഹോങ്ങിനെ പഠിപ്പിക്കാൻ നോക്കുകയാണ് അസിസ്റ്റൻറ്റ്. പക്ഷെ അവനെ കൊണ്ട് ഒന്നും മര്യാദയ്ക്ക് ചെയ്യാൻ സാധിക്കുന്നില്ല. അവന് പറ്റുന്നില്ല എന്ന് പറഞ്ഞാൽ അവിടെ തറയിൽ കിടന്ന് കൊച്ചു പിള്ളേരെ പോലെ കിടന്ന് ഉരുളുകയാണ്. അടുത്ത സീനിൽ ചെങ്ങ് അന്വേഷിക്കാൻ പറഞ്ഞതിനെ തുടർന്ന് ആ മെസ്സേജ് വന്ന നമ്പറിൻ്റെ ലൊക്കേഷനും അഡ്രസ്സും ഒക്കെ ചെങ്ങിനെ പറഞ്ഞു കൊടുക്കുകയാണ് അസിസ്റ്റൻറ്റ്. അതേസമയം ഈ കൊച്ചു വീട്ടിലാണോ ചെങ്ങ് താമസിക്കുന്നത്, ഇതിൽ നല്ല സൗകര്യം ഒരുക്കി തരണോ എന്നൊക്കെ അസിസ്റ്റൻറ്റ് ചോദിക്കുന്നുണ്ടെങ്കിലും വേണ്ട, ഞാൻ ഇവിടെ തന്നെ താമസിച്ചോളാം എന്ന് പറയാണ് ചെങ്ങ്. അടുത്ത ദിവസം തന്നെ ചെങ്ങ് ആ സ്ഥലത്തേക്ക് പോകുന്നുമുണ്ട്. അവനെ ഫോക്കസ് ചെയ്തുകൊണ്ട് തന്നെ അവിടെ ഒരു CCTV ഇരിക്കുന്നത് നന്നായിട്ട് നമുക്ക് കാണാം.
അങ്ങനെ പ്രോഗ്രാമിന് റെഡിയായ ഹോങ്ങിനെയും കൂട്ടിക്കൊണ്ട് പോകാനായിട്ട് അസിസ്റ്റൻ്റ് വരുന്നുണ്ടെങ്കിലും പോകാതിരിക്കാനായിട്ട് പല അടവുകളും പയറ്റി നോക്കിയെങ്കിലും അവനെ കൂടെ പോകേണ്ടി വരികയാണ്. പ്രോഗ്രാം നടത്തുന്ന സ്ഥലത്ത് വെച്ച് ഹോങ്ങിനെ ലിന്ന് കാണുകയാണ്. അവൾക്കത് പെട്ടെന്ന് തന്നെ ഹോങ് ആണെന്ന് മനസ്സിലാകുകയും ചെയ്യുകയാണ്. അവളുടെ മുന്നിൽ ചെങ്ങായിട്ട് അവനൊന്ന് അഭിനയിച്ച് നോക്കുന്നുണ്ടെങ്കിലും ലാസ്റ്റ് അവൾക്ക് പിടി കിട്ടി എന്ന് മനസ്സിലാകുമ്പോൾ ചെങ്ങിൻ്റെ ആൾമാറാട്ടത്തെപ്പറ്റി തുറന്ന് പറയുകയാണ് ഹോങ്. നീ എങ്ങനെയും ആ ചെങ്ങിനെ ഒന്ന് കൊണ്ടുപോവാ, എനിക്ക് അവൻ ചെയ്യുന്ന പ്രോഗ്രാമിൻ്റെ ABCD പോലും അറിയില്ല എന്നൊക്കെ പറഞ്ഞ് കഷ്ടപ്പെടുകയാണ് ഹോങ്. അപ്പോൾ പെട്ടെന്ന് തന്നെ അവിടെ നിന്ന് അസിസ്റ്റൻ്റ് വന്ന് കൂടുതൽ പറയുന്നതിന് മുന്നേ അവനെ അവിടെ നിന്ന് വിളിച്ചുകൊണ്ട് പോവാണ് പ്രോഗ്രാമിന് വേണ്ടിയിട്ട്. അങ്ങനെ പ്രോഗ്രാം സ്റ്റാർട്ടാകുമ്പം അവിടെയുള്ള ലിന്നും അസിസ്റ്റൻറ്റും ഒഴികെ ബാക്കി എല്ലാവരും വലിയ എക്സൈറ്റ്മെൻറ്റിലും പ്രതീക്ഷയോടെയാണ് ഇരിക്കുന്നത്. അവരുടെ പ്രതീക്ഷ കൈവിടാതെ തന്നെ വളരെ മനോഹരമായി ആ പ്രോഗ്രാം നടക്കുകയാണ്. അതിനോടകം തന്നെ ചെങ് അവിടെ പ്രോഗ്രാമിനായിട്ട് എത്തിയിരുന്നു. അല്ലാതെ ഹോങ് അത് കാണാതെ പിടിച്ച് പാടിയതൊന്നുമല്ല. അങ്ങനെ എല്ലാവരും ആ ഷോ വളരെയധികം എൻജോയ് ചെയ്യുകയാണ്. പ്രോഗ്രാം നടക്കുമ്പോൾ ബാക്ക് സ്റ്റേജിൽ കൂടി പുറത്തു പോകാൻ നോക്കുന്ന ഹോങ്ങിനെ അസിസ്റ്റൻ്റ് പെണ്ണ് കാണുകയാണ്. ഇതെന്താ സ്റ്റേജിലും ചെങ്ങ് ഇവിടെയും ചെങ്ങ് എന്നാലോചിച്ച് അവളാകെ വട്ട് പിടിച്ച് നിൽക്കുന്ന ആ ഗ്യാപ്പിൽ അവൻ അവിടുന്ന് എസ്കേപ്പ് പോവാണ്. അപ്പോഴേക്കും സ്റ്റേജിൽ പ്രോഗ്രാം കഴിഞ്ഞ് ചെങ്ങിനെ എപ്പോഴത്തെയും പോലെ നെഞ്ച് വേദന വരികയാണ്. അവൻ പതിയെ പുറത്ത് ബാക്ക് സ്റ്റേജിൽ പോയിട്ട് വേഗം വരാൻ പറഞ്ഞ് ലിന്നിനെ വിളിക്കുകയാണ്. ഫോൺ വന്ന് ലിന്ന് സ്റ്റേജിൻ്റെ അടുത്ത് ഭയങ്കര ബഹളമായതുകൊണ്ട് തന്നെ അവിടുന്ന് മാറി നിന്ന് കോൾ അറ്റൻഡ് ചെയ്യുകയാണ്. അവിടെ തന്നെ ഉണ്ടായിരുന്ന ചെങ്ങിനെ പക്ഷെ ലിന്ന് കാണുന്നില്ല. ലിന്നിനെ കണ്ടതോടെ വളരെ മോശമായ അവസ്ഥയിലൂടെ കടന്നു പോകുന്ന ചെങ്ങ് അവളുടെ മേത്തേക്ക് വന്ന് ചായുകയാണ്. ഈ സീൻ കാണിച്ചുകൊണ്ട് ഇന്നത്തെ എപ്പിസോഡ് ഇവിടെ തീരുകയാണ്. വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്കും സബ്സ്ക്രൈബും ചെയ്യണേ. കൂടാതെ ഫ്രണ്ട്സിനും ഫാമിലിക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കണം. പുതിയൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. ബൈ.